എക്സ്ക്യൂസ് മീ, യെസ് ഞാൻ അലക്സ് പോൾ, DYSP ആണ്. സർ പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു. യെസ് പറയൂ. മാഡം, ഇന്ന് വൈകുന്നേരം ഒരു കേസ് ചെറുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. ഓക്കെ. മാഡത്തിനെ ഒന്ന് കൺസൾട്ട് ചെയ്ത ശേഷം അതിൻ്റെ സീരിയസ്നെസ് നോക്കി കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, എന്താ സംഭവം? ഇറ്റ് കംസ് അണ്ടർ പോക്സോ. യെസ്, മീനാക്ഷി, 9 വയസ്സ്. So sad. How come? You know about that? കുട്ടിയുടെ അമ്മ തന്നെയാണ് സ്റ്റേഷനിൽ വന്ന് പരാതി തന്നത്. ആൻഡ് വി ബോട്ട് ദം ഹിയർ. മാഡം, കുട്ടി കുറച്ച് സ്കേഡാണ്. Come, let's see. ഷുവർ. വരൂ. ഇരിക്കൂ. വേണ്ട ചേച്ചി, മേഡം, ഇവിടെ ഇരിക്കൂ. പറയൂ, എന്താ സംഭവിച്ചത്? മേഡം, എന്റെ മോള് ചേച്ചി കരയല്ലേ? ഓക്കെ ചേച്ചി, കരയല്ലേ ചേച്ചി? കാരക്കടവില മേഡം ഞാനും എന്റെ മോള് താമസിക്കുന്നത്. നല്ല വീട്ടിൽ അടുക്കളപ്പണി ചെയ്താ ഞങ്ങള് ജീവിക്കുന്നത്. വേറെ ആരും ഇല്ല മേഡം ഞങ്ങളുടെ കൂടെ. ഇന്ന് സ്കൂള് വിട്ട് വരുന്ന വഴി എന്റെ കുഞ്ഞിനെയാണ്. കരയല്ലേ ചേച്ചി? നിങ്ങൾ കരഞ്ഞു വെറുതെ കുട്ടിയെ പേടിപ്പിക്കല്ലേ? മോളുടെ പേരെന്താ? മീനാക്ഷി. ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 3-ല്. എന്താ മോൾക്ക് പറ്റിയത്? മേഡം, ഇന്ന് സ്കൂള് വിട്ട് വരുമ്പോ അവിടെ ഐസ് വെക്കുന്ന ഒരാള്, അയാളാണ് മേഡം എന്റെ മോള്. അതെങ്ങനെ അറിഞ്ഞു? നാശം പിടിച്ച ഒരു ഒടുപ്പ്. ഇതിനൊന്ന് കത്തിയാൽ എന്താ? നേരം വൈകി തുടങ്ങി. കൊച്ചിനിട്ടിട്ട് കാണാനുമില്ലല്ലോ. ഓ, എന്തുട്ടാ ഇത്? ആ, നീ എത്തിയാ മോളെ? നീ എന്തൊന്നും മിണ്ടാത്ത? പൊന്നു, എന്താ നിനക്ക് പറ്റിയേ? എടി, എന്താ പറ്റിയെന്ന് നിനക്ക്? സത്യം പറ, നിനക്ക് എന്താ പറ്റിയേ? എന്താ പറ്റിയ മോളെ? നിന്നോട് ചോദിച്ചേ. എടി, എന്താ പറ്റിയ നിനക്ക്? എന്താ പറ്റിയ? നമ്മോടൊന്ന് പറ കുട്ടിയെ. മോളെ, എന്താണ് പറ്റിയത്? സ്കൂള് വിട്ട് നേരെ വീട്ടിൽ വരെ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ ഇങ്ങോട്ടാടി പോയത്? എന്റെ മോളെ. അയ്യോ, ആരാ മോളെ അങ്കിള്? അത് മക്കളെ, സൂപ്പർ ഐസ്, കുൽഫി, മാംഗോ, വാനില, കുൽഫി, കുൽഫി, മാംഗോ, ഐസ്, ഐസ്, ഐസ്. ഇതാ പിടിച്ചോ, പിടിച്ചോ, പിടിച്ചോ. കുൽഫി, ഐസ്, ഐസ്. എടാ, നിനക്കെന്താ വേണ്ടേ? മാംഗോ, ഐസ്, വാനില, ബട്ടർ സ്കോച്ച്, സേമിയ. ഐസ്, ഐസ്, ഐസ്. ഐസ് വേണോ? ഐസ് വേണോ? ഐസ്, കുൽഫി, ഐസ്. മോൾക്ക് വേണ്ട? കുൽഫി ഉണ്ട്, വേണോ?
പറയും മോളെ. അത്രേ ഉള്ളൂ അമ്മ. പിന്നെ പിന്നെ അയാൾ എന്തൊക്കെ ചെയ്തെന്ന് പറ. എന്റെ കുഞ്ഞിനിങ്ങനെ ചെയ്തവരെ വെറുതെ വിടരുത്. അയാൾ അറസ്റ്റ് ചെയ്യണം. എന്ത് ഏതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത പ്രായത്തിലെ ഈ മക്കളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നരാധമന്മാര് ഇവിടെ എന്നല്ല ഈ നാടിന് തന്നെ ആപത്താണ്. സർ, നത്തിങ് ടു വെയിറ്റ്. പ്ലീസ് ഗോ അഹെഡ്. യെസ് മാഡം. ദീപ്തി, സർ അവർ സ്റ്റേഷനിലേക്ക് പോയി സർ. ശേഖർ, സർ. ഇതൊരു സെൻസിറ്റീവ് കേസാണ്. സർ. അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ യൂണിഫോമിലും പോകണ്ട, സർ. ഡിപ്പാർട്ട്മെന്റ് വെഹിക്കിൾ ഉപയോഗിക്കണം. സർ. ഓക്കെ, ഇഫ് യു നീഡ് യു ക്യാൻ യൂസ് അഡീഷണൽ ഫോഴ്സസ്. സർ. ബട്ട് കീപ് മീ ഇൻഫോം. സർ. റൈറ്റ് സർ. സീ യു. പറയൂ കമല. അയാളാണ് മേഡം എന്റെ കുഞ്ഞിനോട് അരുതാത്തതൊക്കെ ചെയ്തത്. ആണോ മോളെ? മോളുടെ ശരീരത്തിലൊക്കെ അയാൾ തൊട്ടോ? പിന്നെന്തൊക്കെ ചെയ്തു? കൊച്ചു കുഞ്ഞല്ലേ മേഡം, ഇവൾക്ക് എന്തറിയാം? ഇതുപോലുള്ളവന്മാരെയൊക്കെ റോട്ടിലിട്ട് വെട്ടിക്കൊള്ളണം. ഐ നോ വാട്ട് ടു ഡു. ഐസ് ഐസേ കുൽഫി കുൽഫി കഴിക്കാം. ഒന്ന് കേരള കാമപ്രാന്ത ഇന്നത്തെ ഒന്നിനെ കഴപ്പ് തീർത്ത് തരാം. പിടിച്ച് കേട്ടോ അങ്ങോട്ട്. നടക്കണം. കേറങ്ങോട്ട്. വണ്ടി എടുക്കോ. മോള് പേടിക്കണ്ട, എന്താണേലും പറഞ്ഞോ. പറ മോളെ, അയാള് നിന്നെ എന്തൊക്കെ ചെയ്ത്? മോൾക്ക് ആംഗ്ല ഐസ് തരാറുണ്ടോ? ചെലപ്പോ. അപ്പൊ ആരൊക്കെ ഉണ്ടാവും അടുത്ത്? ഞാൻ ഒറ്റയ്ക്കാ വരുന്നേ. ആരെങ്കിലും ഉള്ളപ്പോ മോൾക്ക് ഐസ് തരാറുണ്ടോ? ഇല്ല. ഐ തിങ്ക് ഹീസ് എ ഫിഡഫൈ. തൊട്ടും തലോടി ഓരോന്ന് ചെയ്യുമ്പോ ശരീരത്തിലുണ്ടാകുന്ന ചലനങ്ങൾ എന്തുകൊണ്ടാണെന്ന് പോലും തിരിച്ചറിയാൻ ഈ കുട്ടിക്ക് പറ്റുന്ന പോലുമില്ല. ഇവനെയൊക്കെ എവിടെ? സത്യ എടുക്കണവനെ. എണീക്കടാ. എങ്ങടെ എണീക്കടാ നീ? എനിക്കൊന്നും അറിയില്ല. അറിയില്ലല്ലടാ. എനിക്കൊന്നും അറിയില്ല അറിയില്ലല്ലടാ. നിന്നെക്കൊണ്ട് സത്യം പറയിക്കുന്നതാ ഇവരെ കൊണ്ടുവന്നിരിക്കുന്നത്. പറയടാ. ഇവിടുന്ന് പറഞ്ഞിട്ട് പോയാ മതി. എന്താ ചെയ്തത്? പറയടാ. ഈ കുട്ടീനെ എന്താ ചെയ്തത്? പറയടാ. കുട്ടീനെ എന്താ ചെയ്തത്? പിന്നെ ഇവിടെ പറയിപ്പിക്കണേ വീടൂ. പറയടാ. സത്യം പറയാണ്ട് ഇവിടെ നീ പോവില്ല. നിനക്ക് എന്നെ മനസ്സിലായല്ലോടാ. നീ എന്താ ചെയ്താ കുട്ടിയെ? എന്നെ സത്യം പറയാണ്ട് നീ ഇവിടെ വീടില്ല. പറയടാ. പറയടാ. കുടിച്ച നിന്നെ അറിയാമോ? ജീവൻ വേണമെങ്കിൽ നീ സത്യം പറഞ്ഞു, അല്ലെങ്കിൽ നീ നിന്റെ കുടുംബം ഇനി കാണില്ല. പറയടാ. പറയടാ. നിന്നെ കൊണ്ട് പറയിക്കാനിക്കറിയാം. നിന്നെ ഇവിടെ വിടൂല. നിന്നെ ചാവണ വരെ ഇവിടെ ചവിട്ടി കൂട്ടും. മോളെ ആംഗ്ല വേദനിപ്പിച്ചോ? ഇല്ല. മാഡം, എന്താ സംഭവിച്ചെന്ന് തിരിച്ചറിയാനുള്ള പ്രായം പോലും മോൾക്കില്ല. അപ്പൊ പിന്നെ അവൾ എന്താ പറയാ? നിങ്ങളൊന്ന് പുറത്തുപോയി നിൽക്കുക. ഞാൻ കുട്ടിയോടൊന്ന് സംസാരിക്കട്ടെ. മാഡം, അത് സാരില്ല, ഞാൻ നോക്കിക്കോളാം.
എന്നും മോൾ ഒറ്റയ്ക്കാണ് സ്കൂളിൽ പോവോ? കേറുവാടാ. സർ, ഇതാണ് സത്യതി. കുട്ടിയെ കൊണ്ട് ആളെ ഐഡന്റിഫൈ ചെയ്ത് സർ. സെല്ലിലേക്ക് മാറ്റിയേക്ക്. സർ, സാർ, ആ? അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല സാർ. ആര്? അത് ആ സത്യം. അത് പറയാൻ നീ ആരാ? അവന്റെ കൂട്ടാളിയാ? അല്ല സാർ. പിന്നെ പക്ഷേ ഞാൻ കണ്ടതാ. എന്ത്? അത് മോൾക്ക് ഐസ് വേണ്ടേ? ഒരു ഐസ് തരട്ടെ? വേണ്ട. ഐസ് കുൽഫി ഐസ് കഴിച്ചോട്ടാ. ഉം. ഇതല്ലേ സംഭവിച്ചത്? അല്ല മാഡം, അയാൾ എന്റെ മോളെ ദേ, നോക്കി, ഇത് കണ്ടില്ല എന്റെ കുട്ടീനെ? ദേ, ഇവിടെ അയാളാ മാഡം. എന്ന് ആര് പറഞ്ഞു? നിങ്ങൾ കണ്ടോ? അല്ലെങ്കിൽ മകളോട് ചോദിച്ചോ? അല്ലെങ്കിൽ ഇപ്പൊ അവളോട് ചോദിച്ചാൽ തന്നെ അമ്മയെ പേടിച്ച് അവള് സത്യം പറയും. ഒരു 9 വയസ്സുള്ള കുട്ടിയെ ഇങ്ങനെയാണ് വളർത്തേണ്ടത്. ഈ കുഞ്ഞു മനസ്സെന്നും ഭയത്തോടെയാണ് സ്വന്തം അമ്മയെ കണ്ടിട്ടുള്ളത്. ഒന്ന് ഓർത്തു നോക്കിയേ. ഡി, എവിടെ പോയതാടി? അപ്പുറത്തെ വീട്ടിലെ ചേട്ടനും ചേച്ചിയും കളിക്കാൻ വിളിച്ചു. അപ്പൊ അവരുടെ അടുത്ത് കളിക്കാൻ പോയതാ. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ അവൾ അപ്പ പൊക്കോളും. എടി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടി സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വീട്ടിലിരിക്കണെന്ന്? എന്തടി നീ അത് അനുസരിക്കാന്? എന്തടി നീ എന്തടി അനുസരിക്കാൻ? എന്തടി എടി, ഇങ്ങനെ പുറത്തിരിഞ്ഞ് മലന്നിരിക്കുവാണോടി? വാതിലും തുറന്നു വെച്ച് മലത്തിരിക്കുക അവള് സന്ധ്യ നേരത്ത്. അമ്മേ, എടി, നിന്നെ നീ നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? മിണ്ടരുത്. ഇങ്ങനെ ഓരോ പ്രാവശ്യവും നിങ്ങൾ അവളെ അടിച്ചും പേടിപ്പിച്ചും കുട്ടി നിങ്ങളെ ഭയത്തോടെ കാണാൻ തുടങ്ങി. അവളുടെ കുഞ്ഞു മനസ്സിൽ നിങ്ങളുടെ ചിത്രം ഭയം നിറഞ്ഞതായിരുന്നു. നിങ്ങളോട് എന്ത് പറഞ്ഞാൽ അടി കിട്ടുന്ന അവൾക്കറിയാം. പക്ഷേ അതിലുപരി എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ പോലും നിങ്ങൾ മെനക്കെട്ടില്ല. അല്ല മാഡം, ദേ, അവളുടെ ഡ്രസ് നിങ്ങൾ ഊഹിച്ചു കുട്ടിക്ക് തെറ്റായി എന്തോ സംഭവിച്ചെന്ന്. മീനാക്ഷി എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നോ അവളെ അയാൾ ഉപദ്രവിച്ചെന്ന്? എനിക്ക് പേടി കൊണ്ടാണ് മാഡം. ഈ സമൂഹത്തിലെ തന്നെ എനിക്ക് പേടിയാ. അല്ലാതെ എന്റെ മോൾ എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ടല്ല മാഡം. അതെനിക്കറിയാം കമല. പക്ഷേ മാഡം, യെസ് കമ്മിൻ. മാഡം, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നിട്ടുണ്ട്. അതെനിക്കറിയാം. ഐ ആം കമ്മിങ് സർ. മാഡം, ഞാൻ രഘു. മീനാക്ഷി എൻ്റെ മകളാണ്. ഇവള് എൻ്റെ ഭാര്യ. അവൾക്ക് മീനാക്ഷിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം ഞാൻ കണ്ടതാ. മോളെ, മോളെ, എന്തെങ്കിലും പറ്റിയോ
മോളെ എഴുന്നേക്ക് മോളെ. കുഴപ്പമൊന്നുമില്ലല്ലോ. അവൾ പോലും അറിയാതെ ഞാൻ എപ്പോഴും കൂടെയുണ്ട് സാറേ. സത്യൻ, സോറി, റിയലി സോറി. മരിച്ചുപോയ എൻ്റെ മകൾക്ക് ഈ മീനുട്ടിയുടെ മുഖമാ സാറേ. അതുകൊണ്ടാ അവളെ കാണുമ്പോൾ ഞാൻ എല്ലാം മറക്കുന്നേ. ആരെയും സ്നേഹിക്കാൻ പാടില്ലല്ലേ സാറേ? കാലം മാറിയില്ലേ? കണ്ടോ കമല, നിസാര കാര്യങ്ങൾ ഊതിപ്പെരുപ്പിച്ച് എവിടെ എത്തിയെന്ന്. നിങ്ങൾ ഇവിടെ നിൽക്കൂ. കമല വരൂ. അമ്മായി, അമ്മായി, എന്താ മോളെ? ദേ ആങ്ങളെ പാല്. അമ്മായി ഇവിടെ ഇല്ലല്ലോ. മോളി പാലൊന്ന് അകത്തേക്ക് വെക്കോ? ശരി അങ്ങളെ. അല്ല മോള് പോവാ? അതെങ്ങളെ. നിനക്ക് മോൾക്ക് മിഠായി തരാട്ടോ. മോൾക്ക് മിഠായി ഇഷ്ടല്ലേ? ശരി അങ്ങളെ, ഞാൻ പോട്ടെ. അല്ല അല്ല മോള് നിക്ക്. മോൾക്ക് വേറെ മിഠായി തരാം. ഈ മിഠായി ഇഷ്ടമായെന്ന് ആദ്യം ഒന്ന് മോള് നോക്കിയേ. മോളൊന്ന് കഴിച്ചു നോക്കിട്ട് പോയിക്കോട്ടോ. കഴിച്ചോ. മോൾക്ക് മിഠായി ഇഷ്ടപ്പെട്ടോ? മോൾക്ക് ഇനി മിഠായി വേണോ? മോൾക്ക് അങ്കിളേ ഇതിനേക്കാൾ വലിയ മിഠായി തരാട്ടോ. ഓക്കെ വാ മോളെ, അങ്കിള് പറയണതൊക്കെ ചെയ്യണേ കേട്ടോ. വാ. അന്ന് അയാള് എന്താ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല മാഡം. അയൽക്കാരനാ. മറ്റാരുമില്ലാത്ത സമയങ്ങളിൽ അയാൾ എന്നെ ഉപയോഗിച്ചു. അയാൾ എന്തൊക്കെയോ ചെയ്തു. എതിർക്കാനുള്ള തൻ്റെ ഉണ്ടാവുന്നവരെ അയാളുടെ ശല്യം സഹിക്കേണ്ടി വന്നു മാഡം. അതുകൊണ്ട് എല്ലാ പുരുഷന്മാരും തെറ്റുകാരാണെന്ന് കമലയ്ക്ക് തോന്നുന്നുണ്ടോ? സാഹചര്യം ഒത്തു വന്നാലേ എല്ലാവരും ഇങ്ങനെ മാഡം. അവരൊക്കെ നമ്മളെ ആ കണ്ണുകൊണ്ട് തന്നെ കാണും. ഒരിക്കലുമല്ല. മനസ്സിൽ നിറയെ സ്നേഹമുള്ളവരാണ് പുരുഷന്മാർ, ചിലരൊഴികെ. അതുപോലെ തന്നെയല്ലേ പെണ്ണുങ്ങളും. എത്ര സ്ത്രീകൾ തെറ്റിലേക്ക് പോകുന്നു. ഒരിക്കലും എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണരുത്. എൻ്റെ അവസ്ഥ കൊണ്ട് അങ്ങനെ ആയതാ മാഡം. താൻ ചെയ്യേണ്ടിരുന്നത് തൻ്റെ ഏത് ഭാഗം വരെ ഒരാണിനെ കൊണ്ട് തൊടിയിപ്പിക്കാം എന്ന് പഠിപ്പിക്കാമായിരുന്നു. അതായത് ഗുഡ് ടച്ച്, ബാഡ് ടച്ച് എന്താണെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു. ഒരു പെണ്ണിന് ഒരാണിൽ നിന്ന് കിട്ടുന്നത് സുരക്ഷിതത്വമാണ്. അത് രഘു തനിക്ക് തരുന്നുണ്ടായിരുന്നു, ഇപ്പോഴും തരുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യരാണ്, തെറ്റുകൾ പറ്റാം. തെറ്റ് തിരുത്താൻ ഒരു അവസരം കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സത്യനോട് ക്ഷമ പറയാൻ കമല തയ്യാറാണ്. അതൊന്നും വേണ്ട മാഡം, സാരില്ല. രഘു ഇനി ഇവരെ തനിച്ച് ജീവിക്കാൻ വിടരുത്, കൂടെ ഉണ്ടാകണം. മോളോടും ഭാര്യയോടൊപ്പം സന്തോഷമായിട്ട്. കമല പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? 2 സിറ്റിങ്ങിന് ഇങ്ങോട്ട് വരണം, പിന്നെ നമുക്ക് നോക്കാം. മാഡം, അവർക്ക് എന്ത് പറ്റിയതാ? സ്കീസോഫ്രീനിയ. അതൊരു രോഗാവസ്ഥയാണ്, മാറിക്കോളൂ. അങ്കിളിന് വേദനിച്ചോ? ഇല്ല മോളെ, മോളെ വേദനിച്ചില്ല.